ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. UK ഗവൺമെന്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ വിസ റൂൾസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കെയറർ വിസയിലും സ്റ്റുഡന്റ് വിസയിലുമാണ് ചേഞ്ചസ് എല്ലാം വരുത്താൻ പോകുന്നത്. ഇനി മുതല് കെയറർ വിസയില് നാട്ടിൽ നിന്ന്, അതായത് ഓവർസീസ് ആയിട്ടുള്ള വിസ സ്പോൺസർഷിപ്പ് ആർക്കും കൊടുക്കുന്നതല്ല. ഒരു വിസ സ്പോൺസർ ചെയ്ത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് മുൻപേ UKയുടെ ഉള്ളിലുള്ള കെയറർ വിസയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ചതിയിലോ ഇതിലൊക്കെ പെട്ടിട്ട് ഒരുപാട് 40,000-ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ ആൾക്കാരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇനി പുറത്തുനിന്ന് വേറൊരു സ്പോൺസർഷിപ്പ് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടിൽ ആരെങ്കിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻസീസിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വരാനായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പൈസ തിരിച്ചു വാങ്ങിക്കൊള്ളുക. അവർ നിങ്ങളെ പറ്റിക്കും. കാരണം എന്താണെങ്കിലും ഇനി പുറത്തുനിന്ന് ഒരു ആൾക്ക് ഇവിടേക്ക് UKയിലേക്ക് കെയറർ വിസയിൽ വരാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഷോർട്ട് ടേം കോഴ്സുകൾക്ക് വരുന്ന സ്റ്റുഡൻസിനും ഇനി വിസ കിട്ടാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ അതിൽ ഒരുപാട് റെഫ്യൂസൽസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കെയറർ വിസയിൽ വരുന്നവർക്ക് അത് മാത്രമല്ല, അവരുടെ സാലറിയിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. 23,200 ആയിരുന്നു സാലറി എങ്കിൽ ഇനി അത് 25,000 ആണ് പെർ ഇയർ സാലറി കൊടുക്കേണ്ടത്. അപ്പം ഏതൊരു കെയർ ഹോമുകാരും ഇനിയൊരു വിസ സ്പോൺസർ ചെയ്ത് നാട്ടിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് ഒരാളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നതിന് മുൻപേ ഹോം ഓഫീസിന് പ്രൂവ് ചെയ്യണം എന്തുകൊണ്ട് അവർ UKയിൽ നിന്ന് ഒരാളെ എടുക്കുന്നില്ല, എന്തുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇനി ഉടനെ ഒന്നും ഒരു സ്പോൺസർ ചെയ്ത് ഒരു കെയററെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. ആരെങ്കിലും പൈസ കൊടുത്ത് ഏജൻസീസിന് പൈസ കൊടുത്ത് വരാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു വാങ്ങിക്കോളുക. അതല്ലെങ്കിൽ അത് നഷ്ടമാവും. മാർച്ച് അവസാനത്തോടുകൂടി അതല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയോടുകൂടിയാണ് ഇത് നിലവിൽ വരാൻ പോകുന്നത്. താങ്ക്